ഇങ്ങനെ കലോത്സവ നഗരിയിലാകെ മൊത്തത്തിലൊരു ഓളമാണ്. വെറും ഓളമല്ല, ഒരു ഒന്നൊന്നര ഓളം. നമ്മളെ ബാക്കിൽ കണ്ടില്ലേ, എന്ത് രസമാണ് അല്ലെ കാണാൻ, കണ്ണിന് കുളിർമ. സകല കലകളുടെ ഒരു സംഗമ ഭൂമിയായിട്ട് നമ്മളെ അനന്ത കലാപുരി മാറുന്നുണ്ട്. ശരിക്കും നമ്മുടെ പേര്, നമ്മുടെ സ്റ്റാളിന്റെ പേര് അനന്ത കലാപുരി 24ന്റെ സ്പെഷ്യൽ പേരല്ലേ? അതെ. അപ്പൊ നമുക്കേ മിന്നൽ മുരളിയെ കുറിച്ച് എന്താ അഭിപ്രായം? മിന്നൽ മുരളി അടിപൊളി സംഭവമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സൂപ്പർ ഹീറോസിനെ. ശരി. അപ്പൊ മിന്നൽ മുരളി നമ്മുടെ സ്വന്തം മലയാളത്തിന്റെ സൂപ്പർ ഹീറോ ആണല്ലോ. തീർച്ചയായിട്ടും. മിന്നൽ മുരളിക്ക് നമ്മുടെ കലോത്സവം എന്തെങ്കിലും ബന്ധമുണ്ടോ? മിന്നൽ മുരളിക്ക് കലോത്സവമായിട്ട് ബന്ധമുണ്ട്. ഉണ്ടല്ലേ? മിന്നൽ മുരളിയെ കുറിച്ച് ഷഹദിനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളുണ്ട്. അതാരാണപ്പോ? അത് ഒരാളുണ്ട്. ആളിവിടെ എത്തിയിട്ടുണ്ട്. ഒന്നൊന്നര കക്ഷിയാണ്. പ്രേക്ഷകർക്ക് അറിയുന്ന ആളാണ്. ആണോ? ഉറക്കെ വിളിക്കണം. എങ്ങനെ വിളിക്കണം? ഞാൻ വിളിക്കാം, നീ കൂടെ വിളിക്കോ? പിന്നല്ല. ജോസൂട്ടാ, ഓയ് ജോസൂട്ടാ. ഹലോ. മൈക്കില് നമ്മുടെ പ്രിയപ്പെട്ട മലയാളിയുടെ ജോസൂട്ടനാണ്. മലയാളികളുടെ അല്ല, മിന്നൽ മുരളിയുടെ ജോസൂട്ടനാണ്. എനിക്ക് ജോസൂട്ടനെ കാണുമ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ? മാമാ ഒന്ന് വിളിച്ചേ, മാമനോടൊന്ന് വിളിച്ചേ. അപ്പോ മിന്നൽ മുരളിയിലെ ജോസൂട്ടൻ ശരിക്കും എന്താണ് പേര്? വസിഷ്ഠിനെ വസൂട്ട എന്നാണല്ലോ വിളിക്കുക. വസു എന്ന് വിളിക്കാം. നമ്മളെന്ന് വിളിക്കണം. ജോസ്മോൻ വേണ്ട. ഇപ്പൊ വസുവാണ്. വസു എന്നാണ് എല്ലാവരും വിളിക്കാറ്. അതാണ് ഇഷ്ടം. ഓക്കെ, വീട്ടിൽ അങ്ങനെ തന്നെ വിളിക്കാം. സ്കൂളിലോ? എന്താ കലോത്സവത്തിൽ വന്നത്? ഇപ്പൊ ഞാൻ പാലക്കാട് ജില്ലയിലെ പ്രതിനിധീകരിച്ചിട്ട് ചാക്യാർകൂത്ത് ഹൈസ്കൂൾ ചാക്യാർകൂത്ത് ബോയ്സിനാണ്. പൊന്നോ, അടിപൊളി. അപ്പൊ പാലക്കാട് ജില്ലക്കാരനായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പം എത്ര ക്ലാസ്സിലാണ് ഇപ്പൊ പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ 9th-ലാണ്. അപ്പൊ 9th തന്നെ സ്റ്റേറ്റ് ഫെസ്റ്റിലേക്ക് എത്തി. ഇത് ആദ്യമായിട്ടാണ് വരുന്നത് കലോത്സവത്തിൽ? കലോത്സവത്തിൽ ഞാൻ ആദ്യമായിട്ടല്ല, പക്ഷെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പൊ സ്പെഷ്യലാണ്. ഇത്രയും നമ്മൾ മത്സരിച്ച്. അതെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സ്വയം എല്ലാരും പറഞ്ഞു നന്നായി, ഗ്രേഡും കിട്ടി. അപ്പൊ ഞാൻ തൃപ്തിയായി. ഞങ്ങളുടെ ചാക്യാർകൂത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേട്ടാലോ? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണോ ആ ശ്ലോകം? അടിപൊളി. പ്രദക്ഷിണീകൃത്യ തദപ്രണമ്യ കോദണ്ഡമാദായ ച സവ്യസാചീ ഉദഞ്ജയൻ പഞ്ചശവാരമേനം ആരോപയാമാസ ബലീസലീലം. സവ്യസാചി പ്രദക്ഷിണീകൃത്യ. അങ്ങനെ പോകും അല്ലേ? ഇത് ആരാണ് ഗുരു? ആരാണ് ചാക്യാർകൂത്ത്? എന്റെ ഗുരു പൈങ്കുളം നാരായണ ചാക്യാർ, അദ്ദേഹമാണ് ഗുരു. അതായത് ഇപ്പം ഇവിടെ ഇത് അവതരിപ്പിച്ചു, സമ്മാനവും കിട്ടി. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഐറ്റത്തിന് വന്നിട്ടുണ്ടോ? ഞാൻ സബ് ജില്ലയിലൊക്കെ നാടകവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റേറ്റിലിപ്പോ ഇത് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പാട്ട് പാടുന്നു മിന്നൽ മുരളി പറഞ്ഞു. ഒന്ന് പാടിയാലോ ഒരു പാട്ട്? നമ്മുടെ പ്രേക്ഷകരായിട്ട് ഒരു അടിപൊളി പാട്ട്. ഏത് പാട്ട് പാടും? ഇല്ലുമിനാട്ടി അറിയോ? അറിയില്ല. വേറെ ഏത് പാട്ട് പാടും? ഇഷ്ടമുള്ള പാട്ട്. कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना धाये वहीं चल हाय रे, उम्र का ये ताना बाना समझ न पाए रे, जुबान पे जो मोह माया नमक लगाए रे, के देख न बाले न जाने न हाय रे, दिशा हारा क्या मुनबो का मुंटारे. പിന്നല്ലാതെ. അപ്പം ആക്ടറാണ്, സിംഗറാണ്, ചാക്യാർകൂത്ത് കലാകാരനാണ്, എല്ലാം ഉണ്ട്. അപ്പൊ വസു, ഇനി ഫിലിം പ്രോജക്റ്റ് ഉണ്ടോ എന്തെങ്കിലും? ഇനി ഇറങ്ങാനുള്ളത്, അവസാനം ഇറങ്ങിയത് പുഷ്പക വിമാനം സിജു വിൽസനോടൊപ്പം. ഇനി ഇറങ്ങാനുള്ളത് ബസൂക്ക, അത് മമ്മൂട്ടി. പിന്നെ അടിച്ചുപൊളിക്കാം. പിന്നെ കോപ്പങ്കിൾ, അത് ഞാനും ധ്യാൻ ശ്രീനിവാസൻ അമീൻ ത്രൂ ഔട്ടുള്ളതാ. കൈ നിറയെ പടകളാണ്. കലോത്സവത്തിന് നമുക്ക് കാണാൻ പറ്റുമോ? ഓ, എന്തായാലും വരും. എനിക്ക് കിട്ടി, എന്തായാലും കാണും. എന്തായാലും നല്ല ശ്രമിക്കാൻ ഞാൻ കിട്ടും. വസു, അപ്പോ നല്ല ആർട്ടിസ്റ്റ് ആയിട്ട്, നല്ല ആക്ടറായിട്ട് വരട്ടെ, ഒരുപാട് പടങ്ങൾ സംഭവിക്കട്ടെ. മലയാളത്തിന്റെ അഭിമാനമായി മിന്നൽ മുരളിയൊക്കെ എവിടെയോ എത്തി അല്ലേ? അതുപോലെ ഒരുപാട് പടങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ നന്നായി പഠിക്കണം. കലോത്സവ വേദികളിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് വസു. താങ്ക് യു. അപ്പം വീണ്ടും കാണാം. കാണാം. ഓ യെസ്. ഓക്കെ.